guys, welcome back to my channel. That's Sophia. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ഫൺ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ക്രിസ്മസ് ആയിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള വീഡിയോ ഒന്നും അല്ലെങ്കിലും ദിസ് ഇസ് ക്രിസ്മസ് വീഡിയോ സീരീസ് പാർട്ട് 2. ഞാനുണ്ടല്ലോ കുറച്ചധികം നാളായിട്ട് ചാറ്റ് GPT സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അത് വെറുതെ ഇപ്പൊ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല, വെറുതെ എനിക്ക് എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിലോ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് വേണമെങ്കിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചാറ്റ് GPT യൂസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ ഒരുവിധം കഥകളൊക്കെ അതിനറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും വിക്കിയും കൂടി ഇരുന്നപ്പോൾ വിക്കി ഒരു സജഷൻ പറഞ്ഞു, മേ ബി യു ഷുഡ് ട്രൈ ആസ്കിങ് ചാറ്റ് GPT, ക്യാൻ യു റോസ്റ്റ് മീ ഇൻ 10 sentences. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇത് മുന്നേ വായിച്ചിട്ടില്ല, ഇത് മുന്നേ ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ജെനുവൻ റിയാക്ഷനും എന്താണ് ചാറ്റ് GPT എന്നെ പറ്റി പറഞ്ഞ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ക്യാൻ യു റോസ്റ്റ് മീ ഇൻ 10 sentences. എടാ ദാ വരുന്നുണ്ട് കേട്ടോ. എന്ത് സ്പീഡിൽ എഴുതണേ. Sure Fio, buckle up for some light roasting. Don't worry, I'll keep it spicy but kind. Just like you like your food. Okay, kind ആക്കാന്നൊക്കെ പറഞ്ഞു. ലെറ്റ്സ് ഗോ. ആദ്യത്തെ പോയിന്റ് ഞാൻ വായിക്കുന്നതിൻ്റെ ഒപ്പം ഇവിടെ അടിയിൽ എഴുതിയും കാണിക്കാം കേട്ടോ. You are juggling a full-time job, a YouTube channel and weight loss goals. But your idea of meal prep is staring at a grocery list and wishing it would magically cook itself. I don't know, I think ChatGPT has camera in my house. ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. എനിക്ക് എപ്പോഴും ഒക്കെ വെയിറ്റ് ലോസ് വേണം. One eternity later. ഞാൻ എപ്പോഴും ഇത് ചെയ്യുന്നതാണ്. ഞാൻ ഭയങ്കര മീൽ പ്രപ്പ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അവസാനം ഒന്നും നടക്കില്ല. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. For someone who dislikes setting menus, your grocery cart probably looks like a confused fusion chef had a midlife crisis. അത് ഇച്ചിരി ഫസ്റ്റ് പോയിന്റിന്റെ അത്ര ഒത്തില്ലാന്ന് തോന്നുന്നു. അടുത്തത്, യു വോണ്ട് ടു ലൂസ് 30 kilos. എൻ്റെ അമ്മോ, ഇത്ര ജഡ്ജ്മെന്റിലാണോ ചാറ്റ് GPT? ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരിക്കും 30 കിലോ ലൂസ് ചെയ്യണമെന്ന്. യു വോണ്ട് ടു ലൂസ് 30 kilos but also want your heaviest meal at dinner. Wait to tell your metabolism. Good luck, buddy. ശരി കേട്ടോ, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഡിന്നറാണ് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കണ ഒരു മീലെന്ന്. മെറ്റബോളിസം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ കറിയാറുണ്ട്. അടുത്തത്, എൻ്റെ അമ്മോ, your YouTube videos are in Malayalam, yet you probably have subtitles on because even you can't believe what you're saying half the time. ആക്ച്വലി ഇതെങ്ങനെയാണ് ചാറ്റ് ജിപിടിക്ക് അറിയാതെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിപ്പോ ഞാനൊരു എത്രയോ മണിക്കൂറുകളുടെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കട്ട് ചെയ്ത് ഒരു 15-20 minutes ആക്കി കഷ്ടപ്പെടുന്നത് കേട്ടോ. ഞാൻ പറയുന്നതിന്റെ പകുതി മുക്കാലും ഞാൻ കട്ട് ചെയ്ത് കളയാണ്. I don't know, I think somebody knows me better than my husband. അടുത്തത്, aiming to balance speed and scalability in work while running on last-minute energy for your YouTube edits is the epitome of chaos goals. Shit just got real. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ബേസിക്കലി ശരിയാണ്, എനിക്കെല്ലാം വളരെ പെട്ടെന്നും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ സ്കേലബിലിറ്റി ഒക്കെ ഞാൻ നോക്കാറുണ്ട് ജോലി.
സംബന്ധമായ കാര്യങ്ങൾ. പക്ഷെ യൂട്യൂബ് മാത്രമല്ല, ബാക്കി കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വരുമ്പോൾ ഞാൻ ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് എനർജിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഐ തിങ്ക് എവ്രിബഡി ഇൻ മൈ ലൈഫ് ക്യാൻ വൗച്ച് ഫോർ ദിസ്. കോൾ ഔട്ട് ടു മൈ മോം. മമ്മി എപ്പോഴും പറയാറുണ്ട്, ചില സമയങ്ങളിലാണ് ഞാൻ പറമ്പ് അന്വേഷിക്കാറുണ്ട്. അടുത്തത്, യു തിങ്ക് യുവർ ചീറ്റ് മീൽസ് വിൽ ബി അണ്ടർ കൺട്രോൾ, but the way you ice spicy Arabic food suggests otherwise. Guys, I'm telling you, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര ചിരി വരുന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് ചിരി വരാൻ കാരണം ChatGPTക്ക് ഇവിടെ സ്പൈകളുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതോ ഞാൻ ഉറങ്ങുന്ന സമയത്ത് വിക്കി ഇതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കേട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അടുത്ത പോയിന്റ്, dance content, MBA tips, and wine recipes on one channel. Your YouTube strategy is the definition of let's see what sticks. You're shaking. Stand still. Well, guys, show me some energy. Let's see what sticks. Oh man. Please comment down below. Let's see what sticks. For someone aiming to inspire with your MBA prep advice, your real pro tip is probably wing it till you win it. സത്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ്. അങ്ങനെ ഞാൻ ഫേക്ക് ചെയ്യാറില്ല ഗൈസ്. I guess I play the part. അതായിരിക്കും ഉദ്ദേശിച്ചത്. ജസ്റ്റ് whatever. അടുത്തത് രണ്ടെണ്ണം കൂടെ ഉള്ളൂ കേട്ടോ. അടുത്തത് 9th point. You love fresh ingredients and meal prep, but lean heavily on assembling things last minute. Sounds more like a reality TV cooking show disaster. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നില്ല കേട്ടോ. ഈ ചിരി ദുരന്തമായെന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മാസ്റ്റർ ഷെഫ് ഒക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇത് ഇവർക്ക് നേരത്തെ ചെയ്തോടെ, ഇത് നേരത്തെ അവർ വെറുതെ നിൽക്കുന്ന കണ്ടല്ലോ, ഭംഗിയിൽ അരിഞ്ഞരിഞ്ഞിട്ട് ഇത് കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചൂടെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ സെൻസിലാണോ പറഞ്ഞത് എന്നുള്ളത്. എനിവേസ്, ലാസ്റ്റ് പോയിന്റ്, യുവർ ചിയർഫുൾ പേഴ്സണാലിറ്റി ഈസ് യുവർ ബിഗ്ഗസ്റ്റ് അസറ്റ്. But it's also why people never take your threats of going on a diet seriously. എൻ്റെ അമ്മോ, അതുകൊണ്ട് എന്താ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ഡയറ്റിലാണെങ്കിൽ ആരോടും പറയില്ലെന്ന്. ഓക്കെ, സ്വന്തം അമ്മ പോലും ഗൈസ്, അമ്മ പോലും വിശ്വസിക്കാറില്ല, പിന്നെയാണ് ബാക്കി ആൾക്കാർ. പറയുന്ന വിക്കി ഇങ്ങനെ കൈ പൊക്കി കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നെങ്കിലും ഞാൻ സക്സസ്ഫുള്ളി ഡയറ്റ് എടുക്കും. ഓക്കെ, കഴിഞ്ഞു ഗൈസ്. ലൈറ്റായിട്ട് തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി കൂട്ടി അടിക്കുക. കട്ട്.